ശക്തമായ വ്യോമാക്രമണം നടത്തി വളരെ എളുപ്പത്തിൽ ഇറാനെ കീഴടക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിച്ച് തങ്ങളുടെ പാവ സർക്കാരിനെ അധികാരത്തിൽ കയറ്റാം എന്ന് കരുതി വന്ന അമേരിക്കയ്ക്കും ഇസ്രയേലിനും ചെകുത്താലിനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വളരെ ചെറിയൊരു പ്രദേശമായ, അതായത് വെറും 40 കിലോമീറ്റർ നീളമുള്ള ഗാസ എന്ന സ്ഥലം പോലും ഇപ്പോഴും പൂർണ്ണമായി നിയന്ത്രിക്കാൻ ഇസ്രയേൽ സൈന്യത്തിന് സാധിച്ചിട്ടില്ല. ആധുനിക ആയുധങ്ങളും ടെക്നോളജിയും ഒന്നും അവിടെ വിലപ്പോകുന്നില്ല. തകർക്കാനാകാത്ത ഹമാസിന്റെ തുരങ്കങ്ങൾ ഇപ്പോഴും അവിടെ ബാക്കിയാണ്. ഗാസയുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിപ്പം കൊണ്ടും പ്രതിരോധ ശേഷി കൊണ്ടും 100 മടങ്ങ് ശക്തമാണ് ഇറാൻ എന്ന് പറയേണ്ടി വരും. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇറാനെ കീഴടക്കാം എന്ന വീരവാദം ഉയർത്തി ആക്രമണം നടത്തിയ ഇസ്രയേലും അമേരിക്കയും ഇനി എന്ത് ചെയ്യണം എന്നറിയാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ. മിസൈൽ, ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ ഇറാൻ കൈവരിച്ച മേധാവിത്വം എല്ലാവരും കണ്ടതാണ്. വലിയൊരു രാജ്യം മുഴുവനായി പരന്നു കിടക്കുന്ന പ്രതിരോധ കേന്ദ്രങ്ങളും ഭൂഗർഭ താവളങ്ങളും കണ്ടെത്തുകയും അത് തകർക്കുകയും ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ അമേരിക്കയ്ക്ക് പറ്റിയ ഒരു അബദ്ധമായിരുന്നു ഇറാനിലെ പരമോന്നത നേതാവിനെ വധിച്ചാൽ രാജ്യം അസ്ഥിരപ്പെടും എന്നൊരു കണ്ടെത്തൽ. ഇറാൻ സൈന്യം പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് തിരിച്ചറിയാൻ ഇസ്രയേലിന്റെ മൊസാദിനും കഴിഞ്ഞില്ല. ഒരൊറ്റ കേന്ദ്രീകൃത കമാൻഡിന് കീഴിലല്ല അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേതാവ് ഇല്ലാതായാലും ഇറാന്റെ സൈനിക നീക്കങ്ങൾ അവസാനിക്കുന്നില്ല. ഇറാനിൽ നിരന്തരം ഇസ്രയേൽ അമേരിക്കൻ സഖ്യം ബോംബുകൾ വർഷിക്കുമ്പോൾ അതിന് പകരമായി ഇറാൻ ആക്രമിക്കുന്നത് അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളെയാണ്. ഇപ്പോൾ ഇറാന്റെ എണ്ണപ്പാടത്ത് അമേരിക്ക ആക്രമണം നടത്തിയപ്പോൾ ഖത്തറിലെയും സൗദിയിലെയും ഊർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഇറാന്റെ മിസൈലുകൾ എത്തിയിരുന്നു. ഖത്തറിലെ LNG ടെർമിനലുകൾക്ക് നേരെയുണ്ടായ ആക്രമണം അമേരിക്കയെ പോലും ഞെട്ടിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇറാനിലെ എണ്ണ കേന്ദ്രങ്ങളെ ഇനി ആക്രമിക്കില്ലെന്ന് കുറച്ച് ജാള്യതയോടെ അമേരിക്കയ്ക്ക് പറയേണ്ടി വന്നത്. ഈ യുദ്ധം നീളുകയാണെങ്കിൽ അത് ലോകത്തിലുള്ള എല്ലാവരെയും ബാധിക്കും. അസംസ്കൃത എണ്ണവില വല്ലാതെ കുതിച്ചു കയറുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇത് നമുക്കും കൂടെ ബാധകമായ കാര്യമാണ്. ഇപ്പോൾ തന്നെ ഹോട്ടലുകൾ പകുതിയിലേറെയും അടച്ചിട്ടിരിക്കുകയാണ്. 2-3 ആഴ്ചകൾക്ക് ശേഷവും ഇതേ അവസ്ഥ ആണെങ്കിൽ വീടുകളിലും പാചകവാതക ക്ഷാമം ഉണ്ടാകും. അതോടെ ഭീകരമായ വിലക്കയറ്റവും നമ്മളെ കാത്തിരിക്കുകയാണ്. ഇറാൻ ഇപ്പോൾ നടത്തുന്ന ആക്രമണങ്ങൾ പൂർണ്ണമായും തടയാൻ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിനും സാധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് നടത്തിയ ആക്രമണം പോലും തടയാൻ അവിടുത്തെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല. റഷ്യയുടെയോ അല്ലെങ്കിൽ ചൈനയുടെയോ സാറ്റലൈറ്റ് ഡാറ്റകൾ ഇറാന് ലഭിക്കുന്നു എന്നതിൽ ഇനിയും സംശയം വേണ്ട. ആക്രമണങ്ങൾക്ക് കൃത്യത കൈവരുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇറാനെ അടിക്കാൻ 2 ലക്ഷം സൈനികരും 18 മാസത്തെ തയ്യാറെടുപ്പും വേണമെന്ന് പ്രതിരോധ വിദഗ്ധർ ആവശ്യപ്പെട്ടപ്പോൾ വെറും 2500 സൈനികരെ ഉപയോഗിച്ച് യുദ്ധത്തിനിറങ്ങിയ ആളാണ് ഡൊണാൾഡ് ട്രംപ്. ഇപ്പോൾ പല വിമാനവാഹിനി കപ്പലുകളും അറ്റകുറ്റപ്പണികൾക്കായി പിൻവാങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇനി അറ്റകൈ എന്ന നിലക്ക് അമേരിക്കയോ ഇസ്രയേലോ ഒരു ആണവാക്രമണം നടത്തി എന്ന് കരുതുക. അതിനുള്ള മറുപടിയും അതിഭീകരമായിരിക്കും. 60% വരെ ശുദ്ധീകരിച്ച യുറേനിയമോ അവരുടെ ബുഷേർ ആണവ നിലയത്തിൽ റേഡിയോ ആക്റ്റീവ് അവശിഷ്ടങ്ങളോ ഉപയോഗിച്ച് ഒരു ബോംബ് നിർമ്മിക്കാൻ ഇറാന് ദിവസങ്ങൾ മതി. അത്തരത്തിലുള്ള ഒരെണ്ണം ഇസ്രയേൽ എന്ന കൊച്ചു രാജ്യത്തെ ഈ ഭൂപടത്തിൽ നിന്നും മായ്ച്ചു കളയുകയും ചെയ്യും. ഹോർമുസ് കടലിടുക്കിൽ ഓരോ കപ്പലുകളും തീപിടിക്കുമ്പോൾ നമ്മുടെ വീടുകളിലെ അടുക്കളയിലെ തീ അണയാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇറാന്റെ ആക്രമണത്തിൽ വിറച്ചിരിക്കുന്ന ഗൾഫ് മേഖല ഇനിയും ശക്തമായ ഒരു ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമാകും. ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ ഇത് നേരിട്ട് ബാധിക്കും. കേരളത്തിൽ രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രവാസികളുടെ പണമൊഴുക്ക് നിലക്കുന്നതോടെ മലയാളിയുടെ സാമ്പത്തിക അടിത്തറ തകരുകയും ചെയ്യും. അന്ധമായ മുസ്ലിം വിരോധത്തിൽ ഇറാനിൽ വീഴുന്ന ഓരോ ബോംബുകൾക്കും കൈയടിക്കുന്നവർ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളുണ്ട്. ഇത് തുടങ്ങിവെച്ചത് ഇസ്രയേലും അമേരിക്കയുമാണ്. ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങൾ പറഞ്ഞിട്ടല്ല അവർ ഇറാനിൽ ആക്രമണം നടത്തിയത്. ഖമനേയി ഇറാൻ ജനതയെ അടിച്ചമർത്തുന്നുവെന്നും ഒരു യുദ്ധമുണ്ടായാൽ ജനങ്ങൾ തെരുവിൽ ഇറങ്ങി കലാപത്തിലൂടെ സർക്കാരിനെ അട്ടിമറിക്കും എന്നുമുള്ള അമേരിക്കൻ ചിന്തകൾ പാടെ തെറ്റായിരുന്നു. അയത്തുള്ള അലി ഖമനേയിയുടെ മരണത്തോടെ കുട്ടികളുടെ സ്കൂളിന് നേരെയുള്ള അവരുടെ ആക്രമണത്തോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഇറാനികൾ അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരെ തന്നെയാണ് ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും വളരെ ശക്തരാണ്. എന്നാൽ ലോകത്ത് മൊത്തം നാശങ്ങൾ ഉണ്ടാക്കാതെ ഇറാൻ എന്നൊരു രാജ്യത്തെ കീഴ്പ്പെടുത്താൻ അവർക്ക് കഴിയില്ല എന്നാണ് ഈ യുദ്ധം തെളിയിക്കുന്നത്.